ഇത്രയും നാള് ഒരു നിസാര രാജ്യമെന്നുള്ള മട്ടിൽ തീരെ അവഗണിച്ചുകൊണ്ട് ചുങ്കത്തിന് മേൽ ചുങ്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ വലച്ച ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പൊടുന്നനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നേരിട്ട് ഫോണിൽ വിളിച്ചു. ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു, നമ്മൾ അങ്ങോട്ട് വിളിച്ചതല്ല. അതേ ഇപ്പം ഈ ഹോർമൂസ് കടലിടുക്ക് അത് തുറക്കണം, അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും ആവശ്യമാണ്. അതുപോലെ ഇന്ത്യയുടെ പല സുപ്രധാനമായിട്ടുള്ള ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. അന്നൊന്നും മിണ്ടിയിട്ടില്ല, ലോകത്തിൻ്റെ ആവശ്യമായിട്ട് അത് കരുതിയിട്ടില്ല. ബംഗ്ലാദേശിൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ബുദ്ധമതക്കാരെ അമേരിക്കയുടെ പാവ ഭരണകൂടം അവിടെ ഇട്ട് കൊന്നപ്പോൾ ട്രംപ് അനങ്ങിയില്ല, ഒന്നും വിളിച്ചില്ല. പാകിസ്ഥാനിൽ ഭീകരവാദം കൊടുമ്പിരിക്കൊണ്ട് പഹൽഗാമിൽ നമ്മുടെ സഹോദരന്മാർ വേദന അനുഭവിച്ചപ്പോൾ ട്രംപ് ഒന്നും വിളിച്ചില്ല, മിണ്ടിയില്ല. അതിനു പകരം അദ്ദേഹം റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് വാങ്ങിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ചുങ്കത്തിന് മേൽ ചുങ്കം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക ഗതിയെ തടയുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ വയ്യാത്ത വിധം ശ്വാസം മുട്ടിച്ചു. എന്നിട്ടും നമ്മൾ മുന്നോട്ട് തന്നെ പോയി. നമ്മളുടെ സാമ്പത്തിക പുരോഗതി, സാമ്പത്തിക വളർച്ചാ നിരക്ക് ലോകത്തിലെ ഏറ്റവും ഉയർന്നതായി തന്നെ തുടർന്നു. മറ്റെല്ലാ രാജ്യങ്ങളെയും അതിശയിച്ചുകൊണ്ട് തന്നെ ഇന്നും നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിലും ചുറ്റും അമേരിക്ക ഉണ്ടാക്കിയ ആ വലിയ ആലോചനയില്ലാത്ത പ്രകോപനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ പ്രത്യാക്രമണങ്ങളിൽ, അതിൻ്റെ ഒരു റിയാക്ഷനിൽ ലോകത്താകമാനം സാമ്പത്തിക സ്ഥിതി തലതിരിഞ്ഞു പോവുകയാണ്, തലകുത്തി നിൽക്കുകയാണ്. എണ്ണവില കുതിച്ചുയരുന്നു. പല രാജ്യങ്ങളും എണ്ണവില 200% വരെ, തൊട്ടയൽപ്പക്കമായ പാകിസ്ഥാൻ പോലും 200% വരെ ഉയർത്തി. ലോകമെങ്ങും സാമ്പത്തിക ഊർജ പ്രതിസന്ധികളും തുടർന്നുള്ള ആഗോള വിലക്കയറ്റവും ആകപ്പാടെ ആഗോള പ്രതിസന്ധിയുടെ ലക്ഷണങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ട്രംപിൻ്റെ അമേരിക്കയും അതിൻ്റെ ചൂടനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ സമ്മർദ്ദം ജനപ്രതിനിധികളിലൂടെ, അതുപോലെ ജനനായകന്മാരിലൂടെ, ജനതതികളിലൂടെ പ്രതിഷേധമായിട്ടും വിമത സ്വരങ്ങളായിട്ടും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. വിദേശകാര്യം നോക്കുന്ന, വിദേശങ്ങളിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന മന്ത്രി കഴിഞ്ഞ ദിവസം പൊടുന്നനെ രാജിവെച്ച് വലിയൊരു അടിയായിപ്പോയി. മന്ത്രിസഭയിൽ അദ്ദേഹത്തിൻ്റെ വലം കൈയായിട്ടുള്ള ജോർജ് വാൻസ് എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ് പോലും ഇറാനെ ആക്രമിക്കേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു എന്ന അഭിപ്രായക്കാരാണ് ഭൂരിപക്ഷം പേരും. ഇസ്രായേലിൻ്റെ പ്രകോപനത്തിനും പ്രലോഭനത്തിനും വിധേയമായിക്കൊണ്ട് അമേരിക്ക എടുത്തു ചാടിയതാണ്. ഇറ്റ്സ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ക്വാഗ്മയർ, അതായത് ചെളിവെള്ളത്തിൽ കാല് കുത്തിയതുപോലെ ഒരു അനുഭവത്തിൽ, കാല് വലിച്ചൂരാനാവാത്ത ഒരു അനുഭവത്തിലാണ് ഇന്ന് അമേരിക്ക. ഒരു രാവണൻ കോട്ടയിലാണ് ഇന്ന് അമേരിക്ക. ഇറ്റ്സ് ഇൻ എ ലാബിറിന്ത്. ഇങ്ങോട്ട് തിരിച്ചു വരാൻ വഴികളില്ലാത്ത പരുവത്തിൽ പെട്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സമീപകാല സ്ഥിതിഗതികളും അങ്ങനെ തന്നെയാണ്. നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് വൻതോതിലുള്ള ആയുധങ്ങൾ ജർമ്മനിയിലെ സ്പാങ്ഡലം, അതുപോലെ തന്നെ റാംസ്റ്റൈൻ തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നിന്നും, അതുപോലെ ഇംഗ്ലണ്ടിലെ മിൽഡൻ ഹാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ബോയിങ് C-17 ഗ്ലോബ്സ്റ്റർ വിമാനങ്ങളിൽ കയറ്റിക്കൊണ്ട് പോകുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഇറാനിലേക്കല്ല, ഇസ്രായേലിലേക്ക്. ഇസ്രായേലിനെ ആക്രമിക്കാനല്ല, മറിച്ച് ഇസ്രായേലിൽ നിന്ന് ഈ ആയുധങ്ങൾ ഇറാനിലേക്ക് തൊടുത്തുവിടാൻ വേണ്ടിയിട്ട്. കാരണം നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ വൻ പരാജയം നുണഞ്ഞ് അനുഭവിച്ചുകൊണ്ട് പിൻവാങ്ങൽ, ഒരു തരം ഒളിച്ചു നിന്ന യുദ്ധം. അതായത് നല്ല കടി കൊണ്ട പട്ടികൾ സ്വന്തം വീട്ടിൽ പോയിട്ട് 10 കുരകുരയ്ക്കും. അതുപോലുള്ള ഒരു പരിപാടിയിലേക്ക് പോയിട്ട്, എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു. നമ്മൾ പച്ചമലയാളത്തിൽ മനസ്സിലാക്കിയാൽ അത് പരാജയപ്പെട്ടു. അതിനെ തുടർന്ന് സൈനിക ഉപകരണങ്ങളും സൈന്യങ്ങളും ഒക്കെയായിട്ട് RCH മുസ്സെ എന്ന് പറയുന്ന വിമാനത്തിൽ C-17 ബോഡിയുള്ള വിമാനമാണത്. അത് ഉപയോഗിക്കുന്ന മിഷൻ്റെ പേരാണ് RCH മുസ്സെ. അത് എന്ന് പറഞ്ഞാൽ സൈനിക ആവശ്യങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണ്. അതിനകത്ത് നിറയ്ക്കാവുന്ന ഭാരമെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. 70-80 ടൺ ഭാരം കയറ്റാവുന്ന വിമാനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഭാരമുള്ള സൈനിക ഉപകരണങ്ങളാണ് അതിൽ കയറ്റിക്കൊണ്ട് പോകുന്നത്. ഇനി ഞാനൊന്ന് പറയട്ടെ, ഈ തരത്തിൽപ്പെട്ട ഒരു വിമാനമായിരുന്നു കുടിയേറ്റ നിയമങ്ങൾക്കനുസരിച്ചല്ലാതെ അമേരിക്കയിൽ താമസിക്കുന്നു എന്നാരോപിച്ച് കുറേ പൗരന്മാരെ കാലിന് ചങ്ങലയിട്ട് ഇന്ത്യയിലേക്ക് അയച്ചത്. ഇതേ വിമാനത്തിൽ തറയിൽ കിടത്തിക്കൊണ്ടാണ്. ആ ഉപകരണങ്ങൾ കടത്തുന്ന അതേ വിമാനത്തിൽ ആ ഉപകരണങ്ങളെ പോലെയാണ് മനുഷ്യരെ മനുഷ്യത്വമില്ലാതെ ട്രംപ് പരിഗണിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ഇപ്പം മോദിയുടെ കാല് പിടിക്കാൻ വന്നിരിക്കുന്നത്.
ഈ കാല് പിടിക്കാൻ വന്നിരിക്കുന്നതിൻ്റെ പിന്നിൽ ഇന്ത്യയോടുള്ള ഒരു സദ്ഭാവനയൊന്നുമല്ല, മറിച്ച് അവിടെ ഇവരുടെ F-35 വിമാനം പോലും അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പോകേണ്ടി വന്നു. അതുപോലെ തന്നെ ഇവരുടെ വമ്പൻ എമണ്ടൻ കപ്പലുകളായിട്ടുള്ള എബ്രഹാം ലിങ്കണും ജെറാഡ് ആർ ഫോർഡും ഇപ്പോൾ അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ടിരിക്കുക, തകർന്നിരിക്കുകയാണ്. ഇറാൻ്റെ മിസൈൽ ശേഷി കൊണ്ട് മാത്രമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ S-400 എന്ന് പറയുന്ന റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ അതീവ രഹസ്യമായിട്ട് മനസ്സിലാകുന്നത്. റഷ്യയുടെ സഹായം, അതുപോലെ തന്നെ റഷ്യ ഇപ്പോൾ അവർക്ക് ഇൻ്റലിജൻസും ഷെയർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ്, അല്ല ഇറാൻ്റെ മാത്രം ബലത്തിലല്ല ഇറാൻ ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്നതെന്നും മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ യുദ്ധം വിജയിക്കാൻ പോകുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് ചില ഭീഷണികളൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് 2 ദിവസത്തെ അന്ത്യശാസനം, 2 ദിവസം ഇന്ന് കഴിഞ്ഞു. എന്തേ? കൂടുതൽ ശക്തമാക്കുകയാണ് ഇപ്പോൾ ഇറാൻ അവരുടെ നിലപാട്. അവരിപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒന്ന്, മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകണം. മേഖലയിലെന്ന് പറയുമ്പോൾ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. കരസേനയുടേതായാലും നാവികരുടേതായാലും അതൊഴിഞ്ഞു പോകണം. ഒന്ന്. രണ്ടാമത്തത്, നഷ്ടപരിഹാരം നൽകണം. അവിടെ ഉണ്ടാക്കിയ ഡാമേജിന്, അവിടെ ഉണ്ടാക്കിയ ഊർജ്ജ നിലയങ്ങൾക്കും അതുപോലെ തന്നെ ആണവ നിലയങ്ങൾക്കും ഉണ്ടാക്കിയ ഡാമേജിന്, 175 കുട്ടികളെ കൊന്ന ആ മഹാ ഡാമേജിന് ഓക്കെ, ദുരന്തത്തിന് ഓക്കെ, നിങ്ങൾ നഷ്ടപരിഹാരം നൽകണം. അതുപോലെ തന്നെ ഇനി ആവർത്തിക്കില്ല ഇതുമാതിരിയുള്ള ആക്രമണങ്ങൾ എന്നുള്ളതിന് എഴുതിയുള്ള ഉറപ്പ്. ചുമ്മാ പറഞ്ഞാൽ പോരാ, കാരണം ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല ട്രംപിന്. അതുകൊണ്ട് എഴുതിയുള്ള ഉറപ്പും കൈമാറണം. കൈമാറിയില്ലെങ്കിൽ കളി മാറും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇനി എന്തെങ്കിലും ഇതുപോലുള്ള കുൽസിതത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഹോർമോസ് കടലിടുക്ക് മുഴുവനായിട്ട് അടയ്ക്കും, യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത വിധം അടയ്ക്കും എന്നാണ് വാണിംഗ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോയിരിക്കുന്നത്. ആരാണ് ഈ കുഴപ്പത്തിനെല്ലാം കാരണം? ആരാണ് ഈ യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയത്? ചർച്ചയ്ക്കാണെന്ന് പറഞ്ഞ് ഇറാനെ വിളിച്ചുകൊണ്ടുപോയിട്ട് ആയത്തുള്ള ഖമനേയിയെ കൊന്നതാരാണ്? ഇതെല്ലാം തുടങ്ങി വെച്ചത്, ലോകത്തിൻ്റെ നാശം ആരംഭിച്ചത് ആരാണ്? ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അന്തകനാണ്, അന്തിക്രിസ്തുവാണ്. അതുകൊണ്ട് അയാൾ ഇതിനൊക്കെ സമാധാനം ലോകം തന്നെ ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയിലാണ്. നിൽക്കക്കള്ളിയില്ലാതെ രക്ഷയ്ക്ക് വേണ്ടി എന്നാൽ മോദി ഒരു പരിഹാരം പറഞ്ഞതായി. എനിക്ക് വയ്യ എൻ്റെ മോദി, എനിക്ക് വയ്യ, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് എന്താ ഒന്നും പറ്റുന്നില്ല. നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെ ഇതുപോലെ നേരിട്ടതാണല്ലോ. നിങ്ങൾ വന്ന നാൾ മുതൽ പ്രതിസന്ധികളായിരുന്നു. ആ പ്രതിസന്ധികളെ നിങ്ങൾ ധീരമായിട്ടും വിജയകരമായിട്ടും നേരിട്ടല്ലോ. എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിളിച്ചത്. അപ്പോൾ പറഞ്ഞത് ട്രംപിനോട് ധൈര്യപൂർവ്വം മോദി പറഞ്ഞത്, നിങ്ങളാണിത് തുടങ്ങി വെച്ചത്, നിങ്ങൾ തന്നെ പരിഹാരം കണ്ടോളൂ, എനിക്കിതിനകത്ത് ഒരു കാര്യവുമില്ല. നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു ലോകത്തിൻ്റെ സമാധാനവും സമ്പത്തും മുഴുവൻ, എന്നിട്ട് ഇനി എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ അത് എഴുതി വന്നിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ എഴുതുമ്പോൾ മൈ ഫ്രണ്ട് ട്രംപ് അല്ലെങ്കിൽ മൈ ബ്രദർ ട്രംപ് ഇങ്ങനെയൊക്കെ എഴുതാറുള്ളൂ. ആ ബ്രദറും ഫ്രണ്ടും ഒന്നുമില്ല, ട്രംപ് വിളിച്ചിരുന്നു എന്ന് മാത്രം നിസ്സംഗമായി പറയുക. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. വേറൊരാളിനെയും അദ്ദേഹം വേറൊരു പോസ്റ്റിൽ പരിഗണിച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ശ്രീലങ്കയുടെ രാഷ്ട്ര മേധാവിയായിട്ടുള്ള അനുരാ ബസര നായികയാണ്. ആ അനുരാ ബസര നായികയെ പറ്റി വിശേഷിപ്പിച്ചിരിക്കുന്നത്, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ലോകത്തിൻ്റെ മുഴുവനായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് പോരാടണം. അതായത് ഇന്ത്യ മഹാസമുദ്രത്തിൽ ഇതുപോലെ അനാവശ്യമായിട്ട് അന്തർവാഹിനികൾ സഞ്ചരിക്കാൻ നമ്മൾ അനുവദിക്കരുതെന്നതിൻ്റെ അർത്ഥം. പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാക്കി ഇതും കൂടെ ഒരു ഗില്ലിംഗ് ഫീൽഡാക്കി മാറ്റരുതെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. മറ്റൊന്നുമല്ല, നമ്മളതിൽ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ നെയ്ബർ ഫസ്റ്റ് എന്നുള്ള പോളിസിയിലേക്ക് ഇന്ത്യ പോയിരിക്കുന്നു. നോ മോർ അമേരിക്ക ഓർ ട്രംപ് ഈസ് എ ഫ്രണ്ട് ടു ഇന്ത്യ എന്നൊക്കെയാണ് അത് ഡിപ്ലോമാറ്റ്സ്, നയകോവിദന്മാർ അതിനെ വിശദീകരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോയിരിക്കുന്നു. നമ്മൾ മൗനമായിരുന്നു കൊണ്ട് അമേരിക്കയുടെ ഈ അഡ്വഞ്ചറിസത്തെ എതിർത്തിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വരികൾക്കിടയിൽ വായിക്കുമ്പോൾ ബോധ്യപ്പെടുന്നതുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാർലമെൻറ്റിൽ മോദി പറഞ്ഞതുപോലെ രാഷ്ട്രം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അമേരിക്ക അനാവശ്യമായിട്ട് അവരുടെ താല്പര്യത്തിനും അഹങ്കാരം കൊണ്ടും അതുപോലെ തന്നെ അവർക്ക് വലിയ ആളാകാൻ വേണ്ടിയും ഇങ്ങനെയൊരു സംരംഭം നടത്തി നമ്മളുടെ 1 കോടിയോളം വരുന്ന ജനങ്ങൾ അറബ് രാജ്യങ്ങളിൽ വെള്ളം കൂടി പോലും മുട്ടുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. കാരണം ഇപ്പോൾ ഇറാൻ്റെ ഭീഷണികളിലൊന്ന്, അമേരിക്ക ഇനിയും അതിസാഹസത്തിന് മുതിർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അറബ് രാജ്യങ്ങളിലെ ഡീസലൈനേഷൻ പ്ലാന്റുകൾ നശിപ്പിക്കുമെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ
വെള്ളം കിട്ടാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് കടൽ വെള്ളമാണ്. അത് ശുദ്ധീകരിക്കുന്ന, അതിലെ ഉപ്പ് കളയുന്ന പരിപാടിയാണ് ഡീസലൈനേഷൻ. ആ പരിപാടി നടത്തുന്ന പ്ലാന്റുകൾ നശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾക്കും അവിടുത്തെ ആളുകൾക്കും വെള്ളം കിട്ടാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകും. കാര്യങ്ങൾ തൊണ്ട നനയ്ക്കാതെ മരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അതിനു മുമ്പ് തന്നെ തീർച്ചയായിട്ടും അമേരിക്ക, ശ്രീലങ്ക, അതുപോലെ തന്നെ റഷ്യ, ചൈന അങ്ങനെയുള്ള രാജ്യങ്ങളുടെ കർശനമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ഒരു ഏകരാഷ്ട്ര ലോകം എന്നുള്ള സ്ഥിതി വരാതെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇതിന് പരിഹാരം കണ്ടേ മതിയാവൂ. നമ്മൾ ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ കൊല്ലുകയും വലയ്ക്കുകയും ദുരന്തത്തിലേക്ക് തള്ളുവിടുകയും ചെയ്യുന്ന ഒരു ജിയോ പൊളിറ്റിക്സ് എന്തായാലും ആശ്വാസ്യമല്ല. ഇതിൻ്റെ കാരണക്കാരെ കനത്ത ശിക്ഷ നൽകി ഇതുപോലൊരു സാഹസം ഇനി നടത്താതിരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യണം. അതിനാണ് വിചാരണ നടത്തേണ്ടത്. അല്ലാതെ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിചാരണയല്ല വേണ്ടത്. ഇത് ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടി ചേർന്ന് ഈ തെറ്റുകാരെ ഇതിനകത്ത് ചെയ്തവരെ എടുത്തിയാടി ഇതുപോലെ സാഹസം കഴിച്ച് പെട്ടെന്നൊരു ദിവസം ലോകത്തെ ഇരുട്ടിലാക്കുന്നവരെ, അത്തരം ചെകുത്താന്മാരെ തീർച്ചയായിട്ടും കണക്കിന് ശിക്ഷിക്കുക തന്നെ വേണം എന്നുള്ള ഒരു ആഹ്വാനമാണ് മോദിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ച് എടുക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.